തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി സിപിഐ നേതാവ് സി ദിവാകരൻ. പിണറായി വിജയന്റെ ആവശ്യമില്ലാത്ത പ്രസ്താവനകളും ചില കേന്ദ്രങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളും ന്യൂനപക്ഷങ്ങളെ അകറ്റി. ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ എന്തിനാണ് വെള്ളാപ്പള്ളിയുടെ അടുത്ത് പോകുന്നതെന്നും ദിവാകരൻ ചോദിച്ചു. പിണറായി ഗ്രൗണ്ട് റിയാലിറ്റിയിൽ നിന്നും വളരെ അകലെയായിരുന്നുവെന്നും ഇത്തവണ മത്സരിക്കാൻ പാടില്ലായിരുന്നുവെന്നും സി ദിവാകരൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. സർക്കാരിനെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ LDF പരാജയപ്പെട്ടെന്നും ദിവാകരൻ പ്രതികരിച്ചു. രാഷ്ട്രീയ പ്രവർത്തനം നടക്കാതെ പോയ 10 കൊല്ലമാണ് ഈ ഭരണകാലം. ഭരണത്തിൻ്റെ വഴിയെ പോയി, രാഷ്ട്രീയ പാർട്ടികൾ അവരെ വഴിയെ പോയി. LDF ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു. പാർട്ടിയോട് അദ്ദേഹത്തിന് അന്ധമായ വിജയം. തൻ്റെ പാർട്ടി മാത്രമാണ് ശരി, തൻ്റെ പാർട്ടിക്ക് വേണ്ടി താൻ എന്ത് ചെയ്യുമോ എന്നുള്ളൊരു ധാരണ, ഒരു അഹങ്കാരം അദ്ദേഹത്തിന് എവിടെ വെച്ചോ പിടികൂടിയതാണ്. അദ്ദേഹം നിൽക്കാൻ പാടില്ലായിരുന്നു എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഗ്രൗണ്ട് റിയാലിറ്റി അറിഞ്ഞിരിക്കണം. ആ ഗ്രൗണ്ട് റിയാലിറ്റിയിൽ നിന്ന് വളരെ അകലെയായിരുന്നു കുറച്ച് നാളായിട്ട് പിണറായി വിജയൻ. പിണറായിക്ക് പറ്റിയൊരു അബദ്ധമോ അതോ അറിയാതെയോ ആവശ്യമില്ലാത്ത ചില പ്രസ്താവനകളും ചില കേന്ദ്രങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ, അതൊക്കെ മതന്യൂനപക്ഷങ്ങളെ ഒരുപാട് പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ടോപ്പ് ലെവലിലെ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ, ഇന്ത്യയിലെ ഏക മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റുകാർ, അദ്ദേഹത്തിൻ്റെ നിലവാരം എന്തിനാണ് താഴെ പോണത്? അരുൺ സോളമൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ സോളമൻ, ഈ നാണം കെട്ട തോൽവിക്ക് പിന്നാലെ വിമർശനങ്ങളുടെ മുനകളെല്ലാം പിണറായി വിജയന് നേരെ തന്നെയാണ് പരോക്ഷമായി ഇന്നലെ മുതൽ ഉയർന്നുകൊണ്ടേയിരിക്കുന്നത്. ഇതിപ്പോൾ പ്രത്യക്ഷത്തിൽ തന്നെ അതിരൂക്ഷമായ വിമർശനം ഉയർത്തുകയാണ് സി ദിവാകരൻ. ആര്യ, വളരെ കടുത്ത വിമർശനമാണ് മുതിർന്ന CPIയുടെ നേതാവ് കൂടിയിട്ടുള്ള സി ദിവാകരൻ പിണറായി വിജയനെതിരെ തൊടുത്തിരിക്കുന്നത്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലം ഈ ഭരണത്തെ നിയന്ത്രിക്കേണ്ടുന്ന ചുമതല അത് LDFിനുണ്ടായിരുന്നു. പക്ഷെ പൂർണ്ണമായിട്ടും LDF ആ കാര്യത്തിൽ പരാജയപ്പെട്ടു എന്ന് അടിവരയിട്ടാണ് ഇപ്പോൾ സി ദിവാകരൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു ഘട്ടത്തിലും ഈ സർക്കാരിനെ നിയന്ത്രിക്കേണ്ടുന്ന ചുമതലയിൽ LDF മുന്നോട്ട് വന്നിട്ടില്ല. അങ്ങനെ ഉണ്ടായപ്പോൾ തന്നെ സർക്കാർ തന്നിഷ്ടപ്രകാരം ഓരോ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറെ സൂചിപ്പിക്കേണ്ടുന്ന ഒരു കാര്യം, പിണറായി വിജയനെ രൂക്ഷമായി വിമർശിച്ചു എന്നുള്ളതാണ്. കാരണം ഈ 10 വർഷക്കാലം അദ്ദേഹം ചെയ്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ടായിട്ടുള്ള വീഴ്ച. പലപ്പോഴും ജനങ്ങളോട് മര്യാദയ്ക്ക് പെരുമാറേണ്ടുന്ന ഒരു ഉത്തരവാദിത്തം മുഖ്യമന്ത്രി നിലയിൽ പിണറായി വിജയൻ ഉണ്ടായിരുന്നു, അത് ചെയ്തില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന്, ന്യൂനപക്ഷങ്ങളെ അകറ്റിയതിൽ പിണറായി വിജയനുണ്ടായിട്ടുള്ള വീഴ്ച. SNDP നേതാവ്, അത് വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയതടക്കം പരോക്ഷമായിട്ട് വിമർശിച്ച് അദ്ദേഹം മുന്നോട്ട് പോയാണ്. ഒരു പോൾ ബ്യൂറോ മെമ്പറാണ്, കേരളത്തിന്റെ മുഖ്യമന്ത്രി, രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി. അങ്ങനെ ഒരാൾ എന്തിനാണ് ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതെന്നാണ് സി ദിവാകരൻ വ്യക്തമാക്കിയിരിക്കുന്നത്. പാർട്ടി കടുത്ത പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുന്നു. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്തൊരു വാർത്ത ജനങ്ങൾ ഏറെ ഞെട്ടലോടുകൂടി കേട്ടു. കണ്ണൂർ കേന്ദ്രമാക്കി കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ട് ഈ 10 വർഷത്തിന് മുൻപ് നടന്ന പല കൊലപാതകങ്ങളും രാഷ്ട്രീയ അജണ്ടകളാക്കി അവിടുത്തെ നേതാക്കൾ തന്നെ അത് അംഗീകരിച്ചു മുന്നോട്ട് പോയി. അതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന നേതാക്കളിൽ ഒരാളാണ് കുഞ്ഞികൃഷ്ണൻ. അങ്ങനെയുള്ള പല വ്യക്തികൾക്കും പാർട്ടിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് അത് പറയാനുള്ള ഒരു സ്പേസ് പോലും നഷ്ടപ്പെട്ട ഒരു ഘട്ടത്തിലാണ് ഈ നേതാക്കളൊക്കെ പുറത്തു വന്നത്. പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം കൊടിപിടിച്ച് അടികൊണ്ട് ജയിലിൽ കടന്ന പലരും, 10,000-കണക്കിന് സഖാക്കളുണ്ട്. അവരെയൊക്കെ നേതൃത്വത്തിലോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളാക്കിയോ പരിഗണിക്കാൻ പാർട്ടിക്ക് സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള വീഴ്ചകൾ സംഭവിച്ചത്? പല നേതാക്കളുടെയും വീട്ടിലുള്ളവരെയും പട്ടിയെയും പശുവിനെയും നോക്കുന്നവരെയൊക്കെ സ്ഥാനാർത്ഥികളാക്കി. പക്ഷേ ജയിലിൽ കടന്ന ആരെയും അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി കൊടിപിടിച്ചവരെ സ്ഥാനാർത്ഥികളാക്കി പരിഗണിക്കാൻ ഈ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. LDF എന്ന് പറയുന്ന മുന്നണി അമ്പെ പരാജയപ്പെട്ടതിന്റെ തെരഞ്ഞെടുപ്പ് ഫലമാണ് കഴിഞ്ഞ ദിവസം വന്നത്. എന്തായാലും 35 പേർ ഈ നിയമസഭയിലുണ്ട്. എന്തായാലും കടുത്ത ഒരു പ്രതിപക്ഷം എന്തായാലും രൂപപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോഴും നേമത്തെ പരാജയത്തെ അദ്ദേഹം നോക്കിക്കാണുകയാണ്. ബി ശിവൻകുട്ടി ഏറ്റവും പ്രിയപ്പെട്ട നേതാവാണ്, നല്ലൊരു വിദ്യാഭ്യാസ വകുപ്പ് നന്നായിട്ട് കൈകാര്യം ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന്റെ പരാജയം തന്നെ ഏറെ വേദന ഉണ്ടാക്കുന്നു. കാരണം SDPIയുടെ ആ കൂട്ടുകെട്ട് അത് വളരെ അനാവശ്യമായിട്ടുള്ളൊരു വിവാദമാണ്. ആ വിവാദത്തിലേക്ക് പോയപ്പോൾ സംഭവിച്ചത് സംഘപരിവാറിന് വളക്കൂറുള്ള ഒരു മണ്ണാക്കി നേമത്തെ മാറ്റി. നേമത്തെയും കഴക്കൂട്ടത്തെയും പരാജയം പരിശോധിക്കണമെന്നും സി ദിവാകരൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നിപ്പോൾ അദ്ദേഹം റിപ്പോർട്ടിനോട് സംസാരിച്ചത്. ആര്യ, ഓക്കെ, അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്.